ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം. അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ചൊരിയുമളവിലിളമിഴികളിളകിയതിൽ മൃദുല തരള പദചലന നടനമുതിരൂ. പൂങ്കാറ്റിൽ ചാഞ്ചാടും പൂമഞ്ഞിൻ വെൺതൂവൽ കൊടി പോലഴകേഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരുമൊരു പുതിയ പുളക മദലഹരി ഒഴുകി വരും അരിയ സുഖനിമിഷമേ. ആരോടും മിണ്ടാതെ ആരോമൽ തീരത്തിൽ അനുഭൂതികളിൽ ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം. അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ആരോ പാടും ലളിതമധുരമയ ഗാനം പോലെ. പാർവണ, ശ്വാസമൊക്കെ ഉണ്ടല്ലോ അല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെയുണ്ടായി ചാലഞ്ച്? കുഴപ്പമില്ല. അടിപൊളിയായിട്ട് പാടാൻ പറ്റി. ചോദിച്ചു നോക്കാം. ശരത് സർ, മക്കളെ
ഓ ഇതൊക്കെയാലും നല്ല സൂപ്പർ ഒരു പാട്ട് മക്കളെ. അതെടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. താങ്ക് യു സർ. മക്കളെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ആദ്യം അത് താങ്ക് യു പറയാം. സർ. ഒക്കെ ആവശ്യമില്ലാത്ത പേടി എവിടെയോ നിന്നെ വേട്ടയാടുന്നതായിട്ട് ഞാൻ ഒളി കണ്ടിട്ട് കാണുന്നു. സത്യമാണ്. സത്യാണോ? പറ, എൻ്റെ അടുത്ത് പറ. ചെറുതായിട്ട്. അതാ എനിക്ക് തോന്നി മോളെ. പക്ഷെ നല്ല എന്താ പറയണ്ടേ, അത് കാര്യം അത്രയ്ക്ക് ഇതുണ്ടല്ലോ. പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. 7 സ്വരങ്ങളും നല്ല പാട്ട് തരിക പദ അത്രയല്ലേ ഉള്ളൂ. അപ്പം 5 സ്വരമല്ലേ ഉള്ളൂ. അത് ശരിയാവോ? തരിക്കപ്പത്ത അത്ര 5 ഉള്ളൂ. 5 സ്വരങ്ങളും നല്ല വരേണ്ടത് ആണോ? ടോട്ടൽ എന്ത് ടോട്ടൽ സ്വരം 7 ആ ടോട്ടൽ സ്വരം 7. പക്ഷെ ഇതിന് 6 ഇപ്പം കാണുന്നുള്ളൂ. ശരിയാണോ അത്? അതീ രാഗത്തിലല്ലേ? അതെ. പക്ഷെ 7 സ്വരങ്ങളൊന്നും പിന്നെ മാഷിനൊരു സമ്പൂർണ്ണ രാഗം എടുത്ത് ചെയ്താൽ പോരായിരുന്നു. അതെനിക്കറിയൂല. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. സത്യത്തിൽ ഇതല്ലാണ്ടൊരു ചെറിയ ദൈവതവും വലിയ ഗാന്ധാരവും ഉണ്ട്. അപ്പം നമുക്ക് കണക്ക് ശരിയായില്ലേ? 7 സ്വരം ആയില്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മിഴുങ്ങച്ചിയാന്ന് നിൽക്കുക കൊച്ച്. പറ കൊച്ചേ. മക്കളെ നന്നായിരുന്നു. അപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ മക്കളൊന്ന് പാടി തന്നാൽ കൊള്ളാം. ഇപ്പോൾ ഓപ്പണിങ് നമുക്കൊന്ന് ഐശ്വര്യമായിട്ട് ഒന്ന്. മോളെ ഇത് എന്നുള്ള എപ്പോഴും ആ ദൈവത്വം കാണിക്കണമെന്നേ. ചെറിയ ദൈവത്തിലേക്ക് പോകുന്നത് അതൊന്ന് പാടാമോ? അത് കഴിഞ്ഞ് സെക്കൻഡ്. ഓക്കെ. നൈസ് കൊള്ളാം. ഗുഡ്. മക്കൾ ഇതൊക്കെ ശരിയായിക്കണം കേട്ടോ. എപ്പം വിളിച്ച് പാടിച്ചാലും ചറവറാന്ന് പാടാൻ. കാര്യം നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. നിങ്ങളല്ല എന്താ പറയണ്ട, ഒരു തീപ്പന്തമായിട്ട് വേണം വളരാൻ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാ മക്കളെ. 7 സ്വരങ്ങളും 7 സ്വരങ്ങളും ഒന്നാ കേൾക്കുന്നത്. 7 സ്വരങ്ങളും അത് ഒന്ന് പാടാമോ? അത് മാത്രം. 7 സ്വരങ്ങൾ. ഇപ്പോഴും മോളെ സ്വന്നാ കേൾക്കുന്നത്. 7 സ്വരങ്ങൾ. അതെപ്പോഴും നോക്കിക്കോ. അത് അത്രയ്ക്ക് കട്ടിപ്പിടിപ്പിക്കണ്ട മക്കളത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് തഴുകി വരുന്നൊരു ഗാനം. എന്താ അങ്ങനെ? എന്താടാ നിനക്ക് പറ്റിയത്? തഴുകി വരുന്നൊരു ഗാനം. എന്തോന്നറിയ പറന്നിരിക്കുന്നു. തഴുകി വരുന്നൊരു ഗാനം. അത് ആ ഒരു വാക്കിന്റെ സുഖം വേണ്ടേ? അതൊന്ന് പറയാമോ? അതൊന്ന് പാടിക്കോ. തഴുകി സംഗതിയൊക്കെ ഓക്കെടാ. വരുന്നൊരു തഴുകി വരുന്നൊരു ഗാനം. ഇത് മോള് ടെലികാസ്റ്റ് കേൾക്കണം കേട്ടോ. കേട്ടിട്ട് ഞാനിങ്ങനെ പറഞ്ഞ ശരിയാണോ, എൻ്റെ ചെവി പോയോ എന്നുള്ളത് മോള് ചെക്ക് ചെയ്തിട്ട് പറയണം കേട്ടോ. ചിരിച്ചെന്തിനാണ് ഇപ്പം? പിന്നെ ഗാനം അത് ഒന്ന് സൂഹിപ്പിക്കും മക്കളെ. അടുത്ത ഗാനം അവിടെ അത്രയും ബലം വേണ്ട. ഗാനം ദേവഗാനം അഭിലാഷ ഗാനം മാനസ പാടിക്കോ മോളെ. ഗാനം മാനസ അത്ര എന്തിനാ? മാനസ വീണയിൽ കരപരിലാളന ജാലം ഇന്ദ്രജാലം അതിലോല ലോലം 7 സ്വരങ്ങളും. അതിൻ്റെ ഒരു ആ കോമ്പസിഷൻ ഒരു ഇതില്ലേ മോളെ. അപ്പോൾ ഒന്നുകൂടെ അത് പാടാമോ? മാനസ വീണയിൽ. മാനസ വീണയിൽ അന്ന് പാടി അതിന്റെ ബ്യൂട്ടി അങ്ങ് പോവും. മാനസ വീണയിൽ
അത് മാനസവീണയിൽ കരപരിലാളന ജാലം അതുപോലെ അതിലോല 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 അത് എത്തുന്നില്ലല്ലേ കുഞ്ഞെ. അത് മനസ്സിലായി, അതുകൊണ്ട് അത് കാണിക്കാതെ അതിലോയിലാണെന്ന്. അതിലോ അയ്യോ പറ്റത്തില്ല. അത് ശരിയാ കേട്ടോ, ഗുഡ്. അതിലോലം അത് അത്ര ലോയ മക്കളെ. അത് കുറച്ചും കൂടെ ഒരു ഇത് അധികം മേളിലല്ലല്ലോ, എന്നാൽ പിന്നെ കുറച്ച് ഒരു അരക്കട്ട കൂട്ടിക്കൂടായിരുന്നു നിനക്ക്. അത് പ്രശ്നമാവും ഓർക്കസ്ട്രയ്ക്ക്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ മക്കളെ. അതേ ഉള്ളൂ. പിന്നെ ഗാനം പോലും ആരോ പാടും ലളിത മധുരമായ, അത് കഴിഞ്ഞിട്ടുള്ള ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും ഗാനം പോലും അങ്ങനെ പാടാ. ഗാനം പോലും അതിലൊരു ചെറിയ സംഭവമുള്ളൂ, പക്ഷെ അതിന് എന്തുമാത്രം വ്യത്യാസമുണ്ട്. ഗാനം പോലും ടിങ് ടാടാടം പം അങ്ങനല്ലല്ലോ. ഗാനം പോലും അതിലേക്കൊരു ചെറിയൊരു ചുനിപ്പിട്ട് കയറുക. ഒന്ന് പാടിക്കാം മക്കളെ. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും അത് കുറച്ചുകൂടെ മോളെ, അത് നീ ഇപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ടല്ല, അതിൽ കുറച്ച് ഒരു ഫ്ലോ വേണം കുറച്ചും കൂടെ. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ തീർക്കണ്ടേ, അപ്പം നമ്മൾ പിന്നെയും കൂടെ എഴഞ്ഞു നടന്നാൽ പറ്റത്തില്ല. എണീച്ച് നിന്ന് മുരിങ്ങയ്ക്കൊക്കെ പറിക്കണം. നമ്മളങ്ങനെ വളർന്നു വരികയല്ലേ അല്ലേ മോളെ? ഇവനാകുമ്പോൾ മുരിങ്ങ പറിക്കാൻ ചുമ്മാ നിന്ന് പറിക്കാം. നല്ല ഹൈറ്റ് 8 അടി എങ്ങാണ്ടുണ്ട്. എത്ര ഹൈറ്റ്? 6 feet. 6 എന്ന് അവൻ ഇപ്പം പറയുന്നു. അവൻ മൂർഖനാ, അവൻ 6 അടി മൂർഖൻ. മക്കളെ അതേ ഉള്ളടാ ചക്കര കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു ശരത്ത്. മഞ്ജരി ചേച്ചി. പാർവണ ഓ ചക്കര അസലായി പാടി, താങ്ക് യു. ബ്യൂട്ടിഫുൾ. ഒന്നാമത് ഈ പാട്ടിനൊരു വല്ലാത്തൊരു മൂഡാണ്, അത് ഗംഭീരായിരുന്നു. ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത് മുഴുവൻ സാർ പറഞ്ഞു തീർത്തു. എനിക്ക് ആകെപ്പാടെ 2 കാര്യം തോന്നിയത്. മോൾക്കിത് ബേസ് വളരെ ബുദ്ധിമുട്ടിയിട്ട് പാടുന്ന പോലെ ഉണ്ട്, അത് കഷ്ടപ്പെടുന്ന പോലെ ഉണ്ട്. പക്ഷെ അത് ഒന്ന് ഈസി ആക്കി പാടാൻ ശ്രമിച്ചാൽ അതും ഓക്കെ ആവും. അതിൻ്റെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഓക്കെയാണ്. മോളോ ഈ പാടുമ്പം ചില സ്ഥലങ്ങൾ അങ്ങോട്ട് രജിസ്റ്റർ ആവാത്തത് വാ തുറന്ന് പാടാത്തോണ്ടാണ്. ഈ ഫസ്റ്റ് ലൈനല്ലേ, 7 സ്വരങ്ങളും ഗാനം ഗാനം എന്നാണ് പാടുന്ന മോള്. ഗാനം 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 അത് ഓപ്പൺ ചെയ്തൊന്ന് പാടുക. അത് മാത്രം ആ ഒരു ലൈൻ. ഗാനം ഇപ്പോഴും ഗാനം എന്നാണ് പോകുന്നത്. ഗാനം ഗാനം ഗാ. അപ്പൊ അകാരം വരുമ്പോൾ അത് കുറച്ചുകൂടി മോൾക്ക് പാടാൻ ഈസിയാവും. നമുക്ക് കേൾക്കുന്ന മാത്രമല്ല, ഇതിങ്ങനെ വാ അടച്ചു വെക്കുമ്പോഴാണ് പല സ്ഥലങ്ങളും സുഖിച്ച് പാടാൻ പറ്റാത്തത്. എന്ന് പറയുന്നതും വ്യത്യാസമല്ലേ. അതാണ് എനിക്ക് കൂടുതലും ചില സ്ഥലങ്ങൾ അകാരം കുറച്ചുകൂടി ഒന്ന് വന്നാൽ നന്നായിരിക്കും, പാടാൻ എളുപ്പമായിരിക്കും. എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗസലുണ്ട് സർ. അത് അരുൺ മഖ്മൂർ എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതിയതാണ്. രാജ്കുമാർ റിസ്വി സാഹബാണത് പാടിയത്. അതൊന്ന് കുറച്ച് കേട്ടാലും वो किसी का हो गया है, उसको क्यों कर ढूंढिए. वो किसी का हो गया है, उसको क्यों कर ढूंढिए. दिल से यादें धो गया है, दिल से यादें धो गया है, उसको क्यों कर ढूंढिए. वो किसी का हो गया है, उसको क्यों कर ढूंढिए. वो किसी का हो गया है,
उसको क्यों कर ढूंढिए, दिल से यादें धो गया है, दिल से यादें धो गया है, उसको क्यों कर ढूंढिए, वो किसी का हो गया है। അതിന് ആ രാഗത്തിലുള്ള എല്ലാ പാട്ടുകൾക്കും ഈ ഒരു ഛായ ഉണ്ടാവും. ഏതാ രാഗം? ശിവരഞ്ജൻ. ഗുഡ് ഗേൾ, അറിയാം. മിശ്ര. സാർ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. 7 സ്വരങ്ങൾ ശിവരഞ്ജനിയില് 5 സ്വരങ്ങൾ സരിഗപധസ, അതെങ്ങനെ 7 എന്നുള്ള കണക്ക് അത് മോളൊന്ന് പാടി കാണിക്കൂ. ഏതാണ് ഈ 7 സ്വരങ്ങള്? സ രി ഗ പ ധ സ. 5. 5. ഇനി ഏതാ ബാക്കി 2? അതും കൂടെ ചേർത്ത് പാടും മോളെ. സ രി ഗ ഗ സ രി ഗ. അതല്ല, മറ്റേതും കൂടെ ചേർത്ത്. മറ്റതും സരി ഗ ഗ സ രി ഗ ഗ പ പ ധ ധ ധ ധ ധ. ആ സ. ഗുഡ് 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 ഗുഡ്. ഗുഡ്. താങ്ക് യു സാർ. ഓക്കെ, ഓക്കെ, താങ്ക് യു ചേച്ചി. ഹീസ് ഹാപ്പി. ഓക്കെ, അതെ. ചേട്ടാ പറവണ ഓ എന്തായാലും ഗംഭീരമായി. ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഞാൻ ആക്ച്വലി ഇങ്ങനെ പിന്നൊക്കെ എടുത്ത് വെച്ചിട്ട് എഴുതണോ എന്താ എഴുതണ്ട് ആലോചിക്കായിരുന്നു. അതിനേക്കാളും ബെറ്റർ കുറച്ച് കേട്ട് ഒന്ന് അതിലേക്കൊന്ന് ഇന്നാവണമെന്ന് വിചാരിച്ചു. ഇന്നായി. ഇന്നാക്കാൻ പാർവണെ കൊണ്ട് പറ്റി. ഈ ഷോയിലേക്ക് വന്നിട്ട് അതിലേക്ക് പ്രോപ്പർലി ഇന്നാവാനായിട്ട് പാർവണെ കൊണ്ട് പറ്റി. നല്ല ശബ്ദത്തിനുടമയാണ് പാർവണ. എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര ഗംഭീരമായിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ടല്ലോ സാർ. അങ്ങനെയാണ് എനിക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി രവീന്ദ്ര മാസ്റ്ററുടെ ഉള്ളിൽ ആ സോളിൻ്റെ ആ എലമെൻറ്റ് കുറച്ച് മിസ്സിങ് ആണ്. കുറച്ചും കൂടെ ഫീൽ ഓറിയൻറ്റഡ് ആയിട്ടും കൂടിയാണ് ആ കമ്പോസിഷൻ. അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ സോൾ കുറച്ചും കൂടെ കൊണ്ടുവരാൻ പാർവണയ്ക്ക് പറ്റും. കാരണം പാർവണയുടെ ശബ്ദത്തിൽ ആ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ പാർവണ അത് ട്രൈ ചെയ്തില്ല. കുറച്ചും കൂടെ പറ്റും. എനിക്കൊന്ന് കുറച്ച് പേടിച്ചു പോയി. സാറ് പറഞ്ഞ പോലെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു അര നോട്ട് കയറ്റിയിരുന്നെങ്കിൽ പോലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. 100%. ഈ 7 സ്വരങ്ങളും ഇന്ന് പറഞ്ഞതുപോലെ അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ സോള് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ പാട്ട് സ്റ്റേജിൽ പാടി വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചും കൂടെ പാർവണയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഉള്ള സ്പേസ് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാതെ ഇരുന്നത്. അപ്പോൾ അത് ഇനിയുള്ള അടുത്ത റൗണ്ടിലേക്ക്, ഇനി അടുത്തത് ബാബുക്ക റൗണ്ടാണ്. അതിൽ ഫീൽ ഇനി എത്ര വേണമെങ്കിലും എൻഹാൻസ് ചെയ്ത് കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു റൗണ്ടായിരിക്കും ഉറപ്പാണ്. ഞാൻ വെയിറ്റ് ചെയ്യണം ആ റൗണ്ട് ബാബുക്കയുടെ പാട്ടിൽ കേൾക്കാനായിട്ട്. കാരണം ഞാൻ ആസ് എ കമ്പോസർ അല്ലെങ്കിൽ ആസ് എ മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു പ്രണയഗാനം കേട്ടാൽ കണ്ണു നിറയുന്ന അവസ്ഥ, വിരഹഗാനം കേട്ടാൽ കണ്ണു നിറയുന്ന അവസ്ഥ, ഇതെല്ലാം എനിക്കുണ്ടാകുന്നത് ബാബുക്കയുടെ പാട്ടിൽ കേൾക്കുമ്പോഴാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് റൗണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ആത്മാവ് കുറച്ചും കൂടെ പാർവണയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ശരത് സർ, യെസ് മാർക്ക്. മോളെ 8.5. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി പാർവണയ്ക്ക് 8. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. രജി ചേട്ടാ ഞാനും 8 പാർവണയ്ക്ക് തരുന്ന മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ. സോ ടോട്ടൽ 24.5. ഓക്കെ, ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്.